ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയാത്ത ഒന്നാമത്തെ പാപം എന്തെന്നറിയോ? നീ കാരണമായി നിന്റെ ഉമ്മയും ഉപ്പയും വേദനിക്കുക, മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങുക, മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തുക, ഉമ്മായെയും വാപ്പായെയും വേദനിപ്പിച്ചുകൊണ്ട് കഅബാലയം വിലയ്ക്ക് വാങ്ങിയാലും പൊന്നുമോനെ ഈമാനോടെ മരിക്കാൻ നിനക്ക് കഴിയുകയില്ല. നിന്റെ ഉമ്മയും വാപ്പയും നീ കാരണമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിയുമ്പോ നീ എത്ര മതപ്രസംഗം നടത്തിയാൽ, നീ എത്ര ജിഹാദ് നടത്തിയാൽ, നീ എത്ര ദഅവത്ത് നടത്തിയാൽ, നീ എത്ര വിവാദ പ്രഭാഷണം നടത്തിയാൽ, നീ എന്തൊക്കെ ദീനിന് വേണ്ടി സമ്മാനം കൊടുത്താൽ, നീ എത്ര നബിദിനം ആഘോഷിച്ചാൽ, നീ എത്ര ജീലാനി ദിനം ആഘോഷിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നീ 100 മക്കളുടെ നിക്കാഹ് നടത്തിക്കൊടുത്താൽ ഈമാനോടെ മരിക്കോ നിനക്ക് കഴിയണമെങ്കിൽ നൊന്തു പ്രസവിച്ച ഉമ്മാരടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് പൊരുത്തം ചോദിക്കണം മോനെ. ഇന്ന് ഉമ്മ നിങ്ങൾക്ക് വേണ്ടല്ലോ, ഇന്ന് വാപ്പ നിങ്ങൾക്ക് വേണ്ടല്ലോ. പണ്ടും തടിയുമായി ആരോഗ്യമായി ഒരുപാട് പണിയെടുത്ത് ജീവിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയും വന്നാൽ നൊന്തു പ്രസവിച്ച ഉമ്മായ നീ വെച്ച വീടിന്റെ കത്ത് വരെ കയറ്റാറ് അടിച്ചിറക്കുന്ന ആധുനിക യുഗത്തിന്റെ പണക്കൊതിയന്മാരായ ആഡംബ പ്രേമികളാണ് ഇവത്തവേ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാർ. നൊന്തു പ്രസവിച്ച ഉമ്മാടെ കാൽപാദത്തിലാണ് സ്വർഗമെന്ന് നബിതങ്ങൾ പറഞ്ഞത്. എന്തിനാ വെറുതെ പറഞ്ഞത്? സത്യമുള്ള വാക്ക്. ഇന്ന് ഉമ്മമാര് പൊട്ടിക്കരയുന്നില്ല. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു 10 വർഷം ദറസ് നടത്തുമായിരുന്നു. 10 വർഷം. 10ാമത്തെ വർഷം സനദ് കൊടുത്ത് എഴുതി വിടുമായിരുന്നു. 10 വിദ്യാർത്ഥികൾ 10 കൊല്ലം പഠിച്ചു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്. 10ാമത്തെ വർഷം ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൽ ജയിക്കുന്നവർക്കാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള അർഹത. 10 വർഷം നടത്തിയിട്ട് 10 പേരെ നിരത്തി നിർത്തി ഒരു സമുദ്രത്തിന്റെ മുന്നിൽ. എന്നിട്ട് പറഞ്ഞു ആ സമുദ്രത്തിന്റെ മുകളിലൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് നടന്നു പോകണമെന്ന് പറഞ്ഞു. നടന്നുപോയി തിരിച്ചു വരുന്നവർക്ക് മാത്രമേ ഡിഗ്രി ഉള്ളൂ. ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നു പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. 10 പേരും പറഞ്ഞു ഉസ്താദേ അവിടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്നു പോകാൻ ഒരുക്കമാണ്. അപ്പോ 10 പേരും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തന്നെ നടക്കും ഉസ്താദേ, നിങ്ങളുടെ ശിഷ്യന്മാരാണെങ്കിൽ. അവരങ്ങനെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നടക്കാൻ പഠിപ്പിച്ചൊന്നല്ല, അവരുടെ ഇൽമു കൊണ്ട് ബിസ്മി പറഞ്ഞ് എവിടെ നടക്കും. അത്രയ്ക്ക് ആത്മീയ വിജ്ഞാനമാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തത്തോടെ 1ാമത്തെ ആള് ബിസ്മില്ല പറഞ്ഞു നടന്നുപോയി, 2ാമത്തെ ആള് നടന്നുപോയി, 3ാമത്തെ ആള് നടന്നുപോയി, 9 പേരും നടന്നുപോയി. 10ാമത്തെ ആള് നടക്കാൻ വേണ്ടി ബിസ്മി പറഞ്ഞ് കാലെടുത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. കരയിൽ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി. വെള്ളത്തിനടിയിൽ പോയിട്ട് ഉയർന്നു വന്നപ്പോൾ കുപ്പായത്തിന്റെ ഭാഗത്ത് പിടിച്ച് കരയിലേക്ക് കയറ്റി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ ശിഷ്യൻ തന്റെ ഉസ്താദിനോട് പറയുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഇവരൊക്കെ പഠിച്ച പോലെ പഠിച്ചവനാണ്, എന്നിട്ടെന്തേ എനിക്കു മാത്രം ഇതിന് കഴിഞ്ഞില്ല, എന്ത് ഗുരുത്തക്കേടാണ് ഉസ്താദേ ഞാൻ ചെയ്തത്. 10 കൊല്ലം അങ്ങയുടെ അടുത്ത് നിന്നെങ്ങും പോകാതെ ഇൽമു പഠിച്ചവനാണ്. ഉസ്താദ് പറഞ്ഞു എന്തോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു തെറ്റ്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു തെറ്റ് നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, അത് എന്തെന്ന് ചിന്തിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് അവനുമായി പിണങ്ങിയിട്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയി. ആ പ്രിയപ്പെട്ട സഹോദരൻ ചിന്തിക്കാൻ തുടങ്ങി, അല്ലാഹുവേ ഞാനൊരു പൊരുത്തക്കേടും ചെയ്തിട്ടില്ല, പിന്നെന്തുകൊണ്ട് വെള്ളത്തിലേക്ക് താണുപോയി. അവസാനം അതാ കരഞ്ഞുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, തങ്ങളേ എന്റെ മനസ്സിന്റെ അകത്തൊരു ചിന്ത വന്നു, അത് ശരിയാണോ എന്നറിയില്ല, അത് കാരണമായിട്ടാണ് വെള്ളത്തിൽ ഞാൻ താഴ്ന്നുപോയതെന്ന് എനിക്കറിയില്ല, അതെന്താണെന്ന് ഉസ്താദ് തന്നെ തീരുമാനിക്കണം. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയ സഹോദരൻ പറയുന്നു, എനിക്ക് വാപ്പയില്ല ഉസ്താദ്, എന്നെ വളർത്തിയതും
ഉമ്മയാണ്, എന്നെ നോക്കിയത് ഉമ്മയാണ്, ഉമ്മാക്ക് എന്നെ ജീവന്റെ ജീവനാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി പൊന്നുമോനെ നീ പോയി വലിയ ആലിമാകണമെന്ന് പറഞ്ഞു വിട്ടത് ഉമ്മയാണ്. പക്ഷെ എന്നെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്റെ ഉമ്മ എന്നോടൊരു വാക്കു പറഞ്ഞിരുന്നു, മോനെ എവിടെ പോയി ഇൽമു പഠിച്ചാലും ഒരു വർഷത്തിൽ ഒരു ദിവസം, ഒരു വർഷം തികയുമ്പോൾ ഒരു പ്രാവശ്യം എന്നെ നീ ഒന്ന് വന്ന് കണ്ടിട്ട് പോണേ, നിന്നെ എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഒന്നാമത്തെ വർഷം മാത്രമാണ് എന്റെ ഉമ്മയെ കാണാൻ ഞാൻ പോയത്. ബാക്കി 9 വർഷം ഇൽമു പഠിക്കുന്നതിന്റെ സുഖം കൊണ്ട് എന്റെ ഉമ്മയെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല ഉസ്താദ്. ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ആ ഒരു കാരണം തന്നെ 9 വർഷം കൊണ്ട് ഉമ്മയെ കാണാത്തതുകൊണ്ട്, ഉമ്മയെ കാണാൻ പോകാത്തതുകൊണ്ട് അല്ലാഹു നിന്റെ 9 വർഷം പഠിച്ച ഇൽമ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് രാത്രി തന്നെ വയ്ക്കോ, ഉമ്മയുണ്ടെങ്കിൽ കണ്ടു മടങ്ങി വന്നല്ലാതെ ഇൽമു സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ നൊന്തു പ്രസവിച്ച ഉമ്മാടെ കാൽക്കലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞ് മടങ്ങി വന്നിട്ട് ഇനി ഏത് സമുദ്രത്തിന്റെ മുകളിലും ഞാൻ നടക്കും തങ്ങള് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങി വന്നെങ്കിൽ ഇൽമു പഠിക്കാൻ പോയ യാത്രയെ കുറിച്ചാ പറഞ്ഞത്. നല്ലൊരു പെണ്ണ് കെട്ടി, തൊലിവെളുപ്പ് കൊണ്ട് പെണ്ണിന്റെ അടിമയായി ജീവിച്ചു, എന്നിട്ട് ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. ഉമ്മാരെടുത്തു പോയി യാത്ര ചോദിക്കാത്ത എത്ര മക്കളും മണിക്കിണറിലുണ്ട് മോനെ. നല്ലൊരു വീട് വെച്ചു, ഉമ്മ നിന്നെ എന്തോ പറയട്ടെ, ഉമ്മ നിന്നെ ചീത്ത വിളിക്കട്ടെ, നിന്റെ വീട്ടിൽ നടിച്ചിറക്കട്ടെ, പക്ഷേ ആ വീട് താമസമാകുന്നതിൻ്റെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മായ വിളിക്കാൻ എത്ര സഹോദരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മോനെ. നിന്റെ വീട്ടിലേക്ക് ഉമ്മ വന്നാൽ ഉമ്മാക്ക് കിടക്കാൻ നിന്റെ വീട്ടിലെ ഏറ്റവും നല്ല റൂം കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് നൊന്തു പ്രസവിച്ച ഉമ്മായെ മറക്കല്ല മോനെ, മറക്കല്ല മോനെ. അത് അപകടമേ വരുത്തുകയുള്ളൂ. ഉമ്മ എന്ത് തെറ്റും ചെയ്യട്ടെ, 9.5 മാസം ചുമന്ന ആ ഒരു ത്യാഗം കൊണ്ട് നിനക്കതൊക്കെ മറന്നൂടെ പൊന്നുമോനെ. വാപ്പയും മോശമല്ല, ഇത് പറയുമ്പോ ഉമ്മായും ഒന്നും പറഞ്ഞുകൂടാ, വാപ്പ എന്തും ചെയ്യാമെന്ന് പറയരുത്. ഇന്ന് ഏറ്റവും അധികം പ്രായം കൂടിയ ഈ മസ്ജിദിന്റെ പരിസരത്തുള്ള ഒരു ഉപ്പ എന്റെ കൂടെ നടക്കൂ, എന്റെ കൂടെ നടന്നു, എന്റെ കൂടെ ചാര കുടിച്ചു, എന്റെ കൂടെ വന്നിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആ പിതാവിനോട് നിങ്ങളുടെ ഉപ്പ മരിച്ചതെന്നെന്ന് ചോദിച്ചപ്പോ, എത്ര വർഷമായെന്ന് ചോദിച്ചപ്പോ വാപ്പ മരിച്ച ഡേറ്റാണ് പറഞ്ഞത്. 1900 എന്ന് പറഞ്ഞ് ഏതോ ഒരു മാസത്തിന്റെ തീയതി പറഞ്ഞ് വാപ്പ മരിച്ച സമയം പോലും എന്നോട് പറഞ്ഞു തന്നെങ്കിൽ അതാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം പൊന്നുമോനെ. വാപ്പ മരിച്ച് 3-ാം ബാപ്പയും കഴിഞ്ഞ് കൂട്ടുകാർക്ക് ബിരിയാണിയും വെച്ചു കൊടുത്തിട്ട് വാപ്പായ മറക്കല്ലേ, ഉമ്മായ മറക്കല്ലേ. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാതെ ഉറങ്ങരുത് ഒരൊറ്റയാളും. നല്ല ദുആയ ജീവിതത്തിന്റെ വിജയത്തിന്റെ ദുആ. നമ്മളെ ഇങ്ങനെയാക്കിയതിന് പിന്നിൽ ഉമ്മാടെയും ഉപ്പാടെയും വിയർപ്പും കഷ്ടപ്പാടും പ്രാർത്ഥനയും. നമ്മൾ ആലോചിച്ച് ഒന്ന് തറയിലിട്ടാൽ പൊട്ടിപ്പോകുന്ന കുഞ്ഞു ശരീരവുമായി നമ്മളെ ഉമ്മ നമ്മളെ കൊണ്ട് നടന്നില്ല. ഇന്ന് നമുക്ക് ഉമ്മായ വേണ്ട, നമ്മൾ വലിയ തണ്ടും തന്റെയിടവും കാശുകാരുമായി ഉമ്മായ നമുക്ക് ഇഷ്ടമല്ല. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, മാതാവിനെ നമുക്ക് വേണം, ഉമ്മായെയും ഉപ്പായെയും നമുക്ക് വേണം, അവരോട് വല്ലാത്ത അടുപ്പം നമുക്ക് വേണം. എന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ തെറ്റ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരണപ്പെടാൻ കഴിയാത്ത രണ്ടാമത്തെ തെറ്റ് അയൽവാസികളെ വേദനിപ്പിക്കലാണ്.
കണ്ടോ, സാഹോദര്യത്തിന്റെ മരമാര ഇസ്ലാം. മുസ്ലിമായി മരിക്കണമെങ്കിൽ നിന്റെ വീടിന്റെ ചുറ്റും താമസിക്കുന്നവരുടെ സന്തോഷം നീ പിടിച്ചു വാങ്ങണമെന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു മതം വിശുദ്ധ ഇസ്ലാം. അയൽവാസികളെ വേദനിപ്പിക്കുന്നവന് കലിമ പറഞ്ഞു മരിക്കാൻ പറ്റൂല. മുത്തുനബി പറഞ്ഞതെന്താ? അക്രിം ജാറക വലൗ കാന കാഫിറ. നിന്റെ അടുത്ത് താമസിക്കുന്നത് അവിശ്വാസിയാണെങ്കിലും അവരെ ആദരിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്നേഹിക്കണമെന്നല്ല, ആദരിക്കണമെന്നാ പറഞ്ഞു. അത്രയ്ക്ക് ബഹുമാനത്തിന്റെ വാക്കാ കൊടുത്തു. നമ്മൾ അയൽവാസികളെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. അവരെങ്ങനെയോ ജീവിക്കട്ടെ, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും, എന്റെ വസ്തു, എന്റെ റബ്ബർ, എന്റെ കട, എന്റെ വണ്ടി, ഇതിങ്ങനെ ചിന്തിക്കാറുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു പെരുന്നാളാകുമ്പോ അപ്പുറത്തെ മക്കൾക്ക് തുണി എടുത്തോ, പാപ്പ മരിച്ചുപോയവരല്ലേ, അവർക്ക് വല്ലതും കഴിക്കാനുണ്ടോ, നമ്മൾ അന്വേഷിക്കണം. ഒരു റമദാൻ വരുമ്പോ അവർക്ക് നോമ്പ് തുറക്കാൻ നല്ല ഈത്തപ്പഴുണ്ടോ, അവർക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുണ്ടോ, അവർക്ക് റമദാനിന് വല്ല പ്രയാസമുണ്ടോ, നമ്മൾ അന്വേഷിക്കണം. അത് ചെയ്യണം നമ്മൾ. മൂന്നാമത്തെ തെറ്റ് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക. ചെറിയ കാര്യമല്ല, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക. കച്ചവടക്കാര് ശ്രദ്ധിക്കണം. 1 കിലോ സാധനം കൊടുക്കുമ്പോ അത് 90 ഗ്രാമായി പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയുകയില്ല. ചെറിയ കാര്യമല്ല അത്. ത്രാസിൽ വെട്ടിപ്പ് നടത്തിയാൽ, പടിയിൽ കള്ളം കാണിച്ചാൽ, തൂക്കത്തിൽ കളവ് കാണിച്ചാൽ, പറയുന്നതിൽ കള്ളം പറഞ്ഞാൽ, ഈ സാധനം ചിലപ്പോ ഞാൻ 5000 രൂപയ്ക്ക് വാങ്ങിയതായിരിക്കും, 25,000 രൂപയ്ക്ക് നിനക്ക് തരൂ എന്ന് പറയാം. അതിന് കുഴപ്പമില്ല. ഞാനിപ്പോ ഒരു മൊബൈൽ വാങ്ങിച്ച് 10,000 രൂപ, ഞാൻ ഒരാളോട് പറയുന്നത് 20,000 രൂപ നേരം നിനക്ക് തരുള്ളൂ എന്ന് പറയാം. അങ്ങനെ പറയാം. അല്ലാതെ ഞാനിത് വാങ്ങിച്ചത് 50,000-ന്, നിനക്കായോണ്ട് 45-ന് തരാം എന്ന് പറയാൻ പാടില്ല. 10,000-ന് വാങ്ങിച്ചു. നിങ്ങൾ വാങ്ങിച്ച വില പറയരുത്. കൊടുക്കുമ്പോ എന്ത് പറയാം? ഞാൻ ഇത്ര രൂപയാണെങ്കിലേ തരുള്ളൂ, വേണമെങ്കിൽ 2-3 രൂപ കുറച്ചു തരാം, പക്ഷേ അല്ലാതെ വേറെ കച്ചവടം നടക്കൂല. അത് നമുക്ക് പറയാം. അത് കച്ചവടത്തിന് ഇത്ര രൂപയ്ക്ക് ഞാൻ ആ സാധനം തരും, അത് പറയാം. അല്ലാതെ ഞാനിത് അവിടെ പോയി കൊണ്ടുവന്നതാണ്, കള്ളം പറയാം. കൊണ്ടുവന്നതാണെങ്കിൽ പറയാം, ഒറിജിനലായിട്ട് അവിടെ പോയി കൊണ്ടുവന്നാണെങ്കിൽ പറയാം. അല്ലാതെ വിയാപ്പള്ളിയിൽ നിന്നും കുന്നംകുളത്തുനിന്നും 15 രൂപ മൊബൈലും വാങ്ങി 20,000 രൂപ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് പാടില്ല. അപ്പൊ കള്ളത്തരം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പറയുമ്പോ കാര്യമായിട്ട് പറയാം. ചിലപ്പോ സാധനം പൊളിഞ്ഞതായിരിക്കും, അതൊന്നും പറയാനില്ല. ഇത്ര രൂപ എന്നാൽ എനിക്ക് തരാം, നോക്കിയിട്ട് എടുത്തു, നല്ലതാണെങ്കിൽ എടുത്തു. അല്ലാതെ പൊളിഞ്ഞതാണെന്ന് കച്ചവടക്കാർ പറയില്ലല്ലോ. അപ്പൊ അവർക്ക് നോക്കിയിട്ട് ആ കുഴപ്പമില്ല, ഇത് കൊള്ളാം, എടുത്തുകൊണ്ട് പോവാം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതങ്ങനാണ്, ഇങ്ങനാണ്, അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്നതാണ്, ഒബാമ